മക്കളെ ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ പെയേഴ്സ് ഓഫ് ഡയാമാഗ്നറ്റിക് അയോൺസ് ഇസ് ഓർ ആർ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ് ഇത് സിമ്പിൾ ആവുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും എലമെന്റ്സുകളുടെ കോൺഫിഗറേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പമാണ്. അതിൽ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇറ്റർബിയത്തിന്റെയും ലുട്ടീഷ്യത്തിന്റെയും സീരിയത്തിന്റെയും ലന്താനം വരുന്നത് ഡി ബ്ലോക്കിലാണ്. ഇവരുടെ ഒക്കെ തന്നെ ഗഡോലീനിയം ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള നിയോഡീമിയം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, കോൺഫിഗറേഷൻസ് പഠിച്ചു വെക്കണം എന്നുള്ളത്. നിങ്ങൾ എല്ലാ കോൺഫിഗറേഷൻസ്, അതായത് നമ്മളത് എങ്ങനെയാണ് അത് എഴുതി വെക്കേണ്ടത്, പഠിച്ച് ബൈഹാർട്ട് അറിയില്ല എങ്കിലും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിന്റെ ട്രിക്ക് വരെ നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത് അറിയുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലന്താനം നിങ്ങൾക്ക് അറിയാം, സ്കാൻഡിയത്തിന്റെ നേരെ താഴെയാണ് ലന്താനം കിടക്കുന്നത് അല്ലെ. അപ്പൊ ലന്താനത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാം 57 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ട് അവന്റെ തൊട്ട് മുകളിലുള്ള പീരീഡിലുള്ള നോബിൾ ഗ്യാസ് ഏതാ വരുന്നത്, സിനോൺ ആണ്. അപ്പൊ സിനോൺ കഴിഞ്ഞ് സ്കാൻഡിയത്തിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം NS1ND1 ആണ്, സോറി NS2ND1 ആണ്. അപ്പൊ NS2ND1 ഒരു 6s2 5d1. ഇതാണ് ലന്താനത്തിന്റെ കോൺഫിഗറേഷൻ. ഇത്രയേ ഉള്ളൂ. ഈ 6ഉം 5ഉം നിങ്ങൾ തെറ്റിച്ചാലൊന്നും കുഴപ്പമില്ല. നമുക്കിവിടെ വാലൻസ് ഇലക്ട്രോൺസ് എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ തന്നെ നമ്മുടെ ആൻസർ ആവും അല്ലെ. ഇനി അടുത്തത് സീരിയമാണ്. സീരിയത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ സീരിയത്തിന്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം സിനോൺ ആണ്. ഇത് 58 ആണ്. ലന്താനം കഴിഞ്ഞ് സീരിയം മുതലാണ് നമ്മുടെ എഫ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 58 ആണ്. അതിൽ വരുന്ന അടുത്ത ഇലക്ട്രോൺ ഡിയിലേക്കല്ല പോവുക, മറിച്ച് എഫിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇവരെ എഫ് ബ്ലോക്കിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനോൺ കഴിഞ്ഞ് 6s2 5d1 4f1 എന്നാണ് വരിക. ഓക്കെ, സോ നോക്കുക, ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ, സീരിയത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി അടുത്ത രണ്ട് എലമെന്റ്സ് ഏതാ, ഇറ്റർബിയം തന്നിട്ടുണ്ട്. ഇറ്റർബിയത്തിന്റെ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്, കാരണം അവിടെ ഫുൾഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് എഫ് ഓർബിറ്റൽ ആണ്, ഫുൾഫിൽഡ് ആണ് അല്ലെ. അതേപോലെ തന്നെ പാർഷ്യലി ഫിൽഡ് ഗഡോലീനിയം പോലുള്ള സാധനങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സിനോൺ 4f14 6s2 ഇതാണ് അവന്റെ കോൺഫിഗറേഷൻ. ഇനി അടുത്ത ആരെയാ തന്നിട്ടുള്ളത്, ഇറ്റർബിയം. ലുട്ടീഷ്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ലുട്ടീഷ്യത്തിലും എഫ് ഓർബിറ്റൽ എന്താണ്, ഫുള്ളി ഫിൽഡ് ആണ്. അവിടെ എന്താ വരിക, സിനോൺ 4f14 6s2 5d1. ഈ കോൺഫിഗറേഷൻസ് അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് ആൻസർ ആണ്. നമ്മളോട് ചോദിച്ചത് ഡയാമാഗ്നറ്റിക് അയോൺസ് ഏതാണ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവാത്തത് ഏതിലാണ്, അല്ലെങ്കിൽ ഇല്ലാത്തത് ഏതിലാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ലന്താനം 3+ ആണ് ആദ്യം തന്നത്. അപ്പൊ ലന്താനം 3+ എന്ന് പറയുമ്പോൾ ഈ വാലൻസിലുള്ള മുഴുവൻ ഇലക്ട്രോണും പോയി, ബാക്കി എന്താ വരിക, സിനോൺ മാത്രമാണ് വരിക. സിനോൺ എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫുള്ളി പെയർഡ് ആണ്. അതെന്താ, ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ ലന്താനം 3+ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി സീരിയം 4+. സീരിയം 4+നെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സീരിയം 4+ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അറിയാം അതും ഫുള്ളി പെയർഡ് ആണ്, കാരണം അതിലുള്ള മുഴുവൻ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ സിനോൺ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സീരിയം 4+ന്റെയും സീരിയം 3+ന്റെ ഒക്കെ ഓക്സിഡേഷൻ കപ്പാസിറ്റിയെ കുറിച്ച്, റിഡക്ഷൻ കപ്പാസിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ എന്താണ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിന്റെ അല്ലെങ്കിൽ ആ ഒരു സീരീസിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +3. അപ്പൊ +3 നിന്ന് +4ലേക്ക് പോകാനുള്ള ടെൻഡൻസി സീരിയം കാണിക്കുന്നുണ്ട് എന്നും, +4ൽ നിന്ന് +3ലേക്ക് വരാനുള്ള ടെൻഡൻസി, കാരണം +4ലേക്ക് പോകുമ്പോൾ അതിന് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് വരുന്നു. പിന്നെ +4ൽ നിൽക്കുന്ന സീരിയം +3 കാണിക്കുന്നുണ്ട്. കാരണം എന്താ, കാരണം അത് അവന്റെ ആ ഒരു സീരീസിലെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇത് രണ്ടും സീരിയം കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതും എന്തുതന്നെയാ, ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ശരിയാണ്, ആ രണ്ടും ഡയാമാഗ്നറ്റിക്. അടുത്ത ഇറ്റർബിയം 2+ഉം ലുട്ടീഷ്യം 3+. ഇതൊന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ലന്താനം 2+, അപ്പൊ എന്തായാലും ഡയാമാഗ്നറ്റിക് ആവില്ല. കാരണം എന്താ, സിനോണിൽ നിന്നും പെയർഡ് ആയി നിൽക്കുന്ന ഒരു ഇലക്ട്രോണും കൂടി കളഞ്ഞാലേ ലന്താനം 3+ ആവുള്ളൂ. അപ്പൊ അത് പാരാമാഗ്നറ്റിക് ആയി. സീരിയം 3+ഉം അങ്ങനെ തന്നെ, അതും പാരാമാഗ്നറ്റിക് ആണ്, അപ്പൊ അത് വരില്ല. ഇനി നമുക്ക് ഇറ്റർബിയം നോക്കാം. ഇറ്റർബിയം 2+. ഇറ്റർബിയം 2+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോകണം. അപ്പൊ എന്താ വരിക, സിനോൺ 4f14 എന്നാ വരിക. അപ്പൊ സിനോൺ 4f14 എന്ന് പറഞ്ഞാൽ 4f14 എഫ് ഫുള്ളി ഫിൽഡ് ആയി എന്ന് വെച്ചാൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ അല്ലേ. ഇനി ലുട്ടീഷ്യം 3+. ലുട്ടീഷ്യം 3+ മക്കൾ നോക്ക്, ഇവിടെ 6s2 5d1. 6s2 5d1. അപ്പൊ ആ 3+, ലുട്ടീഷ്യം 3+ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, സിനോൺ
4a14. അപ്പൊ എഗെയിൻ അതും എന്തായി, അതും നമുക്ക് എന്തായി, അതും പെയ്ഡ് ആണ് അല്ലെ, എല്ലാം പെയ്ഡ് ആണ് എന്ന് വെച്ചാൽ അതും എന്താണ്, ഡയാമാഗ്നറ്റിക് ആണ്. സോ ഇതും ഡയാമാഗ്നറ്റിക്. സോ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കുക. യിട്രിബിയം 3+ എന്ന് പറയുമ്പോൾ അത് പാരയായി. ലുട്ടീഷ്യം 2+ എന്ന് പറയുമ്പോഴും അത് പാരയാണ്, കാരണം അവിടെ ഒരു D1 ഇലക്ട്രോൺസ്, സോറി S1 ഒരു ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ആൻസർ A and B. A and B is the answer.